കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1-2 മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ വിശേഷം ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിലൊക്കെ നമ്മൾ കണ്ടു, രേവതിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമുള്ള കാര്യങ്ങളൊക്കെയാണ് നടന്നിരുന്നത്. കാരണം വർഷയുടെ അമ്മ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ താൻ ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് വന്നാണ്. അതിനേക്കാൾ ഉപരി തന്റെ അച്ഛനെ കുറിച്ച് പോലും പറഞ്ഞിരിക്കുന്നത്. അങ്ങേർക്കാണെങ്കിൽ മോളെ കെട്ടിച്ചു വിടാനുള്ള പണമൊന്നുമില്ല. അവസാനം അയാള് വണ്ടിക്ക് മുന്നിൽ ചാടി. അല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും രേവതി വീട്ടിൽ നിന്നേനെന്നൊക്കെ പറയാണ്. രേവതിക്ക് സഹിക്കില്ല. തന്നെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ തന്റെ അച്ഛനെ പറഞ്ഞ രേവതിക്ക് സഹിക്കാൻ പറ്റുമോ? അവസാനം രേവതി എന്ത് ചെയ്യണം, ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. എന്നെ കുറിച്ച് എന്ത് വേണം പറഞ്ഞോളാൻ പറയണം. ചന്ദ്രമതി കഴിഞ്ഞു, പിന്നെ നിന്നെ കുറിച്ച് ഇപ്പം പറഞ്ഞാലിപ്പം ഏതാണ്ട് സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി കളിയാക്കുവാണ്. നിന്റെ അച്ഛൻ മരിക്കണതിന് മുമ്പ് നിന്നെ കെട്ടിക്കാനുള്ള സ്വർണ്ണവും പണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടല്ലേ അങ്ങേര് ചത്തുപോയെന്ന് പറയാം. രേവതിക്ക് ദേഷ്യം വന്നു. ഒരക്ഷരം പോലും മിണ്ടലെന്ന് പറയണം ചന്ദ്രമതിയുടെ മുഖത്തേക്ക്. ഇനി അമ്മ എന്തേലും പറഞ്ഞാല് എന്ന് പറഞ്ഞിട്ട് രേവതി വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. പിന്നീട് രേവതി വരുന്നേ ഇട്ടിരുന്ന മുഴുവൻ ആഭരണം ഊരിയിട്ട് അങ്ങോട്ട് വരുന്നേ. അത് മൊത്തം കൂടെ ടേബിളിലേക്ക് വെച്ചു. ഇതല്ലേ അമ്മ വാങ്ങിച്ചെന്ന് പറഞ്ഞ ആഭരണങ്ങൾ, ഇതേ ഇരിക്കണമെന്ന് പറയണം. ഈ സമയത്താണ് സച്ചിയുടെ വരവ്. സച്ചി വന്നപ്പോഴത്തേന് ഈ പ്രകടനങ്ങളെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുക. സച്ചിക്ക് കാര്യം എന്താന്ന് മനസ്സിലായില്ല. സച്ചി ചോദിച്ചു, എന്താ അവിടെ പ്രശ്നം എന്ന് ചോദിക്കുക. ഈ സമയം ആരും ഒന്നും മിണ്ടിയില്ല. എന്താ അച്ഛൻ സംഭവിച്ചേ, കാര്യം എന്താന്ന് പറ എന്ന് പറയാണ്. ഇത് കേട്ടതും രേവതി പറഞ്ഞു, കാര്യമൊന്നുമില്ല സച്ചേട്ടാ, ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾക്ക് സ്വർണം ഒന്നും മേടിക്കാനായിട്ടുള്ള ആസ്തിയില്ല. പക്ഷേങ്കില് ഈ സ്വർണം തന്നതിന്റെ പേരില് ഞാൻ ചീത്ത കേട്ടാ കുഴപ്പമില്ല, പക്ഷെ എന്റെ അച്ഛനെ ചീത്ത പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയാണ്. പിന്നീട് രവീന്ദ്രന് കാര്യങ്ങളൊക്കെ പറയാം. എല്ലാം കേട്ടിപ്പോ സച്ചിക്ക് സഹിച്ചില്ല. സച്ചി ചന്ദ്രമതിനെ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കുവാണ്. ഈ സമയം രേവതി പറഞ്ഞു, എന്റെ അച്ഛൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്റെ അച്ഛനെ കുറ്റപ്പെടുത്തുന്നേ? അതിന്റെ കാര്യമുണ്ടോ? അല്ലെങ്കിലും ഞങ്ങളെ പോലെയുള്ള പാവങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഇത്. ഇവിടെ ബാക്കി 2 മരുമക്കൾ വന്നിട്ടുണ്ട്. അവര് കുറെ സ്വർണവും പണവും ഒക്കെ ആയിട്ടാ വന്നിരിക്കുന്നത്. അപ്പം എന്റെ വീട്ടിൽ നിന്ന് മാത്രം ഒന്നും തന്നിട്ടില്ലെന്ന്. അത് ഇവിടെയുള്ളവർ അറിഞ്ഞപ്പോരെ, പുറത്തുനിന്ന് വരുന്ന ആൾക്കാരോട് പറയേണ്ട കാര്യമുണ്ടോ? എല്ലാവരുടെ മുന്നില് എന്നെ നാണം കെടുത്തുന്നു പോരെ, എന്റെ അച്ഛനെ നാണം കെടുത്തേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയാണ്. ഇത് കേട്ട സച്ചി പറഞ്ഞു, നീ എന്തിനാ രേവതി ഇങ്ങനെ സങ്കടപ്പെടുന്നേ, ദേഷ്യപ്പെടുന്ന എന്തിനാ? അതെ, അമ്മ വാങ്ങിച്ച സ്വർണ്ണമൊന്നുമല്ല, അച്ഛൻ വാങ്ങിച്ച തന്നല്ലേ. അച്ഛന്റെ പണം കൊണ്ടല്ലേ അമ്മ വാങ്ങിയത്. അപ്പൊ പിന്നെ നീ എന്തിനാ വിഷമിക്കണേ? നീ അതൊക്കെ എടുത്ത് അണിയാൻ പറയാണ്. വേണ്ട, എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയണേ. രവീന്ദ്രൻ പറഞ്ഞു, മോളെ നീ ഇങ്ങനെ പറയരുത്. ഒരു താലി ചരട് പോലും നിന്റെ കഴുത്തില്ലാതെ താലിമാല വരെ നീ എന്തിനാ ഊരി വെച്ചേ? അതും അമ്മ വാങ്ങിച്ച അന്ന് അല്ല അവകാശപ്പെടുന്നേ, പിന്നെ ഞാൻ എന്തിനാ അച്ഛാ അത് ഇടുന്നേന്ന് പറയാം. ഇങ്ങനെ പറയരുതെന്ന് പറയണം. വേണ്ടച്ചാ, എന്റെ കഴുത്തിൽ ഈ മഞ്ഞച്ചരടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മഞ്ഞച്ചരട് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് മാത്രം മതി, എനിക്ക് ഒന്നും വേണ്ടാന്ന് പറയാണ്. ഇത് കേട്ടതും രവീന്ദ്രൻ വല്ലാത്ത വിഷമമായിപ്പോയി. സച്ചി പറഞ്ഞു, അതെ രേവതി, നീ ഇങ്ങനെയൊക്കെ ഒരു പേടിക്കാനില്ല സച്ചേട്ടാ, എനിക്ക് ഇതൊക്കെ മതി. അല്ലെങ്കിൽ ഞാൻ പണ്ട് തൊട്ടേ സ്വർണത്തോടും പണത്തോടും ഒന്നും ആർത്തിപ്പെട്ടിട്ടില്ല. എനിക്ക് അതിന്റെ കാര്യമില്ലായിരുന്നു. ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിഞ്ഞു വരാൻ ഞങ്ങള്. പക്ഷേങ്കില് ഇന്ന് വരെ മാനം വിട്ട് ഞാൻ ഒരു പണിക്കും പോയിട്ടില്ലെന്ന് പറയണം. രവീന്ദ്രൻ നല്ല ദേഷ്യമായി. രവീന്ദ്രൻ നേരെ ചന്ദ്രമതിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ, ഇപ്പൊ നിനക്ക് തൃപ്തി ആയില്ലേന്ന് ചോദിക്കുക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ചന്ദ്രമതി, കാണിക്കണ തോന്നിയ ദിവസം കാണിക്കുന്നതിന് പറയുന്നതിന് ഒരു പരിധി ഉണ്ടെന്ന് പറയണം. പിന്നീട് ചന്ദ്രമതി, അതിനിപ്പം ഞാൻ ഇവളുടെ സ്വർണ്ണമൊക്കെ ഊരി വെക്കാൻ പറഞ്ഞില്ലോ, ഈ സ്വർണ്ണമൊക്കെ അവൾക്ക് എടുത്തിടാലോ, ഞാനൊന്നും പറഞ്ഞില്ലെന്ന് പറയാണ്. ഇത് കേട്ടതും രേവതി, വേണ്ട, ഇനി ഒരു അക്ഷരം പോലും അമ്മ എന്നെ കുറിച്ച് പറയണ്ട, എനിക്ക് സ്വർണം വേണ്ട. ഞാൻ ഇനി സ്വർണം ഇടുന്നുണ്ടെങ്കിൽ എന്റെ ഭർത്താവ് അധ്വാനിച്ചു കൊണ്ടിരുന്ന സ്വർണം, ആ പണം കൊണ്ട് വാങ്ങിക്കുന്ന സ്വർണം മാത്രമേ ഞാൻ എടുത്തുള്ളൂ. എന്റെ ഭർത്താവ് എന്നെനിക്ക് സ്വർണം വാങ്ങിച്ചിരുന്നു അന്നോ ഞാൻ ശരീരത്തിൽ അണിയുന്നുള്ളൂ. അതിപ്പോ താലിയാണ് ശരി, അല്ലാത്ത ബാക്കി മാലയും വളയും എന്ത് തന്നെയാണ് ശരി, അല്ലാതെ വേറൊന്നും ഞാൻ ഇനി അണിയത്തില്ല എന്ന് പറയണം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, ഇനി മേലാലെ ഈ കുടുംബത്തിൽ ആരെങ്കിലും എന്റെ അച്ഛനെ കുറിച്ച് ഒരു നാമം ഉരുവിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല പ്രതികരിക്കുന്നത്. ഈ ശരിക്കും ഈ രേവതി ആരാ നിങ്ങൾ അറിയും എന്ന് പറഞ്ഞിട്ട് വെട്ടിത്തിരിഞ്ഞും കൂടെ പോവാണ്. ഈ പൂക്കണ്ടപ്പത്തിന് ചന്ദ്രമതി ഞെട്ടിപ്പോയി. ചന്ദ്രമതി പറഞ്ഞു, കേട്ടില്ലേ, അവൾ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ, അവളുടെ അഹങ്കാരം എത്രയാണെന്ന് ചോദിക്കാം. രവീന്ദ്രൻ പറഞ്ഞു, ഇതൊക്കെ നീ പറയിച്ചല്ലേ ചന്ദ്രേ, നിനക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? രേവതി ഒരു പരാതിയും പരിഭവം പറയാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കേണ്ടതാ. നീ ഒറ്റ എടുത്ത് ഇതിനെല്ലാത്തിനും കാരണക്കാരി. എല്ലാ മരുമക്കളും ഒരുമിച്ച് കാണാൻ നീ പഠിച്ചില്ല. ഇപ്പൊ നിനക്ക് സമാധാനം ആയല്ലോ എന്ന് പറയണം. സച്ചി പറഞ്ഞു, ഇനി നിങ്ങളുടെ ആരുടെ സ്വർണ്ണം എന്റെ ഭാര്യയ്ക്ക് വേണ്ട, എന്റെ ഭാര്യയ്ക്കുള്ള ഞാൻ വാങ്ങിച്ചു കൊടുത്താളെന്ന് പറയാം. പിന്നെ ഇപ്പൊ നീ വാങ്ങിച്ചു കൊടുത്ത തന്നെ എവിടുന്ന് വാങ്ങിച്ചു കൊടുക്കാനാ?
അതിന് നിന്റെ ഈ പണം വേണ്ടെന്ന് ചോദിക്കുക. ഇത് കേട്ട സച്ചി പറഞ്ഞു, അതാരും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല, എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാന്ന് പറഞ്ഞ് സച്ചി അങ്ങോട്ട് കയറി പോവാണ്. ആ സമയം ശ്രുതി പറഞ്ഞു, അല്ല സച്ചി വാങ്ങിച്ചു കൊടുക്കുമേ, എവിടെ നിന്ന് വാങ്ങിച്ചു കൊടുക്കാനാ മോളെ, അതിൻ്റെ അവന്റെ പണം വേണ്ടേ, അവന് മദ്യപിക്കാൻ തന്നെ പണം തികയുന്നില്ല, പിന്നെയാണ് ഇനി അവൻ സ്വർണം മേടിച്ചു കൊടുക്കാൻ പോകുന്നത്. അവളുടെ അഹങ്കാരത്തിന് അവിടെ ഇനി ഒന്നും ഇടാൻ നടക്കട്ടെ, അത് അവൾക്ക് പറ്റിയത് എന്ന് പറയാണ്. ഈ സമയം രേവതി മുറിയിലേക്ക് വന്നു. രേവതി മുറിയിലേക്ക് നിന്നതിനും സച്ചി അങ്ങോട്ട് ചെല്ലുവാണ്. സച്ചി എന്നിട്ട് പറഞ്ഞു, അതെ ഒരു പേനയും പേപ്പറും എടുക്കാൻ പറയാണ്. പേനയും പേപ്പറും എന്തിന് എടുക്കാൻ പറയാണ്. പിന്നെ എടുത്തു കഴിഞ്ഞിട്ട് രേവതി ഒരു കാര്യം ചെയ്യുക, നീ എത്ര എഴുത്, എന്തെഴുതാനാ സച്ചേട്ടാ, ഇപ്പൊ നീ കൊടുത്ത സാധനങ്ങളൊക്കെ ഇല്ലേ അമ്മയ്ക്ക്, എന്തൊക്കെയാന്ന് വെച്ചാൽ അത് മൊത്തം എഴുതിക്കോളാൻ പറയാണ്. നമുക്കെല്ലാം വാങ്ങിക്കാന്ന് പറയാ. ഇത് കേട്ട രേവതി ഒരന്താളിപ്പോടുകൂടി സച്ചിനെ നോക്കുവാണ്. സച്ചിയാണ് എന്തായി പറയണേ, എഴുത്, നിനക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം നീ എഴുത്, പിന്നെ കഴിഞ്ഞ അവിടെ കൊണ്ട് പണയം വെച്ച വളയില്ലേ ആ കാര്യം കൂടെ എഴുതിക്കോളാൻ പറയാണ്. പിന്നീട് രേവതി ഇങ്ങനെ എഴുതാൻ തുടങ്ങുവാണ്. ഈ സമയത്ത് സച്ചി പറഞ്ഞു, ഒരു 10-25 പവനല്ലേ ഇപ്പൊ കൊടുത്തിരിക്കുന്നേ, അത് കുഴപ്പമില്ല, വാങ്ങിക്കാവുന്നുള്ളൂ, നിനക്കറിയാലോ ഒറ്റയടിക്ക് എന്നെ കൊണ്ട് വാങ്ങിക്കാൻ സാധിച്ചെന്ന് വരില്ല, ഇപ്പൊ പണമില്ല, പക്ഷെ ഞാൻ കുറേശ്ശെ വെച്ച് ഞാൻ മേടിച്ചോളാം, അതൊന്നും പ്രശ്നമില്ല എന്ന് പറയണം. രേവതി പറഞ്ഞു, വേണ്ട സച്ചേട്ടാ, എനിക്ക് മാലയും വള അങ്ങനെയൊന്നും വേണമെന്നില്ല, അറിയാലോ, എനിക്ക് വേണ്ട ഒരു താലി മാത്രം മേടിച്ചു തന്നാൽ മതി, അത് മാത്രം മതി, വേറൊന്നും എനിക്ക് വേണ്ടെന്ന് പറയണം. നീ സമാധാനപ്പെട, അടുത്ത മാസം കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ഞാൻ വാങ്ങിച്ചു തരാം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ടെന്ന് പറയണേ, എന്ത്, ഇങ്ങനെയുള്ള ശബ്ദം ചെയ്യുന്ന സമയത്ത് നീ എന്നോടും കൂടെ ഒന്ന് പറയണമെന്ന് പറയാം. അതെന്താ, അല്ല ഈ സ്വർണം വാങ്ങിച്ച് ഞാനാണല്ലോ തരണ്ടേ, നിന്റെ ശബ്ദത്തിൽ പകുതി ഷെയറും എനിക്കുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ഇങ്ങനെയുള്ള ശബ്ദം ചെയ്യുന്നതിന് മുമ്പ് എന്നോടും കൂടെ ഒന്ന് അറിയിക്കണമെന്ന്. പിന്നീട് രേവതി എഴുതിയ പേപ്പറും കൂടെ കൊടുക്കുവാണ്. ഇത് കണ്ടപ്പം സച്ചി വെച്ചു, ഇതെന്താ പലചരക്ക് സാധനത്തിന് ലിസ്റ്റോ, അല്ല ഇത്ര സാധനങ്ങളുണ്ട്, അത് കുഴപ്പമില്ല കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് വാങ്ങിക്കാം, നീ ധൈര്യമായിട്ടിരിക്കുക, ഒന്നുമല്ലേ ഈ സച്ചി ഇപ്പൊ ജോലിക്ക് പോകുന്നുണ്ടല്ലോ, സച്ചിക്ക് സ്വന്തമായിട്ട് വണ്ടിയുണ്ട്, എങ്ങനെയാലും മിച്ചം പിടിച്ചാൽ വാങ്ങിച്ചോളാം എന്ന് പറയണം. ഇങ്ങനെ പറയുമ്പോൾ സച്ചിയുടെ ഉള്ളിൽ ആദ്യം ഉണ്ടായിരുന്നു, കാരണം പട്ടയം കൊണ്ട് ബാങ്ക് വെച്ചിട്ടാണ് പണയം എടുത്ത് വണ്ടി മേടിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ ആ പൈസ അത് തിരിച്ചടച്ചോണ്ടിരിക്കണം, ആ ലോണ്, അപ്പൊ അതിന്റെ എമൗണ്ട് ഉണ്ട്, ആ കൂടെ ഇത്ര സ്വർണം വിൽക്കുള്ള പൈസ ഉണ്ടാക്കുന്ന ഇത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല. പക്ഷെ എന്ത് വന്നാലും തല കുനിക്കാൻ സച്ചി തീരുമാനിച്ചില്ല, അവൾക്ക് മേടിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അങ്ങനെ തീരുമാനങ്ങളൊക്കെ സച്ചി എടുക്കുന്നുണ്ട്. പിന്നീട് ചന്ദ്രമതി നേരെ പോകുന്നേ ഭാമേനെ കാണാനായിട്ടാണ്. അങ്ങനെ ഭാമേനെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഭാമ ചോദിച്ചു, ആഹാ ഇതെന്താ ചന്ദ്രമതി ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ, അല്ലെങ്കിൽ നീ വിളിച്ചിട്ടൊക്കെ വരുന്ന എന്ത് പറ്റിയെന്ന് ചോദിക്കും. ഒന്നുമില്ല, വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ ആകെപ്പാടെ സമ്മതമായിട്ടെന്ന് തോന്നി, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നാന്ന് പറയണം. എന്നാ നീ ഇരിക്കുക, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ചായ എടുക്കാനായിട്ട് അങ്ങോട്ട് പോവാണ്. ചായ എടുത്തോണ്ട് വരുമ്പോൾ ചന്ദ്രമതിനെ കാണുന്നില്ല. ഇവളിത് എവിടെ പോയി എന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് ചന്ദ്രമതി മുകളിലത്തെ മുറിയിൽ അവിടെ പോയി കിടക്കുമായിരുന്നു. എന്ത് പറ്റി ചന്ദ്രേ, നിനക്ക് എന്തെങ്കിലും ക്ഷീണം ഉണ്ടോന്ന് ചോദിക്കും. ക്ഷീണമൊന്നുമില്ല, പക്ഷെ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാം. അല്ല കാര്യം എന്താ, വീട്ടിലാകെപ്പാടെ പ്രശ്നമെന്ന് പറയണേ. പ്രശ്നം, എന്ത് പ്രശ്നം, എന്ത് പ്രശ്നം, പദവിയിലും വീര്യതുമായിട്ട് എന്ത് പ്രശ്നം ഉണ്ടാവാനായിട്ടാ, എന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആരാ, അവർ തന്നെ ഉണ്ടാക്കിയെന്ന് പറയാണ്. നിനക്കറിയാലോ ഭാമേ, കഴിഞ്ഞ ദിവസം വർഷയുടെ വീട്ടിൽ നിന്ന് വർഷയുടെ അമ്മയെ കാണാൻ വന്നു, 19 പവന്റെ സ്വർണം കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്വർണം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും രേവതിയുടെയും ശ്രുതിയുടെയും വീട്ടിൽ നിന്ന് എന്താ തന്നേന്ന് ചോദിച്ചു. ഞാനുള്ള കാര്യം കൂടെ പറഞ്ഞു. രേവതിക്ക് സ്വർണം ഇട്ട് കെട്ടുകയോ ചെയ്തതെന്നൊക്കെ, അത് അവൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അവളുടെ അച്ഛനെ ഞാൻ നാണം കെടുത്തി, അവളെ ഞാൻ നാണം കെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കുറെ ചീത്തി അങ്ങോട്ട് തന്നെ. പിന്നീട് അവളെ കയ്യിലും കഴുത്തിലും കിടന്ന് ആവരണെല്ലാം ഊരി വെച്ചു, താലിമാല സഹിതം പറയണം. ഇത് കേട്ടെന്ന് ഭാമ പറഞ്ഞു, നീ എന്തൊക്കെ ചന്ദ്രയെ പറയണേന്ന് ചോദിക്കുക. അതേന്ന് പറയണം. അത് വേണ്ടിയിരുന്നില്ല കേട്ടോ എന്ന് പറയണ. എന്ത്, അവൾ ആ സ്വർണ്ണങ്ങളൊന്നും ഊരി വെക്കേണ്ട ഉണ്ടായിരുന്നില്ല. പിന്നെ അവന്റെ ഇനിയിപ്പോ അത് വാങ്ങിച്ചു കൊടുക്കുന്ന അവന് വാങ്ങിച്ചു കൊടുത്തോന്ന്, സച്ചി വാങ്ങിച്ചു കൊടുത്തോളന്ന്, അത് ഇനിയിപ്പോ അവൾ അണിയാൻ പോകുന്നുള്ളെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും ഭാമ പറഞ്ഞു, എന്നാലും നീ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത്, പിന്നെ ഞാൻ എന്ത് ചെയ്യണം, ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവളുടെ വീട്ടിൽ നിന്ന് കുറെ കൊണ്ടുവന്നു, ആ വർഷയുടെ വീട്ടിൽ നിന്ന്, അധികം വൈകാതെ ശ്രുതിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും. ഇവള് മാത്രം ഇങ്ങനെയായി പോയത്, ഒരു ഉപകാരം ഇല്ല കുടുംബത്തിലെന്ന് പറയാ. അങ്ങനെ പറയില്ലേ ചന്ദ്രേ, നിന്റെ വീട്ടില് ഈ ജോലികളൊക്കെ ചെയ്യുന്ന ആരാ, അവളല്ലേ, അവളില്ലാതെ പോയാൽ നീ എന്ത് ചെയ്യുന്ന ചോദിക്കാം. ആ ഒരു കാരണം കൊണ്ട് മാത്രം ഞാൻ ഇവിടെ നിർത്തുന്നത്, അല്ല പണ്ട് ഞാൻ അവളെ അടിച്ചിറക്കിയാണെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും ഭാമ, അത് വേണ്ട, ഇപ്പൊ ഞാൻ തന്നെ കണ്ടില്ലേ, എനിക്കൊരു കൂട്ടിന് പോയിട്ട് സഹായത്തിന് ആളില്ലാത്ത അവസ്ഥയല്ല ഞാനിവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ തോന്നും ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലോ എന്ന്. കയറി വരുന്ന മരുമക്കൾ നല്ലതല്ലെങ്കിൽ ഭർത്താവിനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോവുകയും ചെയ്യും. പക്ഷെ നിനക്ക് ആ ഗതി ഉണ്ടാവില്ലെന്ന് പറയണം. ഇത് കേട്ടൻ ചന്ദ്രമതി പറഞ്ഞു, എനിക്ക് അങ്ങനെ ഗതി ഉണ്ടാകത്തൊന്നുമില്ല, പറയാൻ പറ്റില്ല. ഇപ്പൊ വന്നേക്കുന്ന ഒരു കോടീശ്വരി അല്ലേ, മിക്കവാറും കണ്ടോ ശ്രീകാന്ത് അവള് പറയുന്ന മാത്രം അനുസരിക്കുള്ളൂ, നീ പറയുന്നതിന് ഇനി ഒരു വിലയും തരത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം ശ്രീകാന്തിനെ കൂട്ടിക്കൊണ്ട് വർഷയുടെ വീട്ടിലേക്ക് പോകും. പിന്നെ നീ തനിച്ച്
അവിടെ എന്ത് ചെയ്യാനാ? അല്ലെങ്കിൽ തന്നെ അറിയാലോ നിന്റെ വിലയെല്ലാം പോവും അതോട് കൂടിയിട്ട്. അതൊരു കാരണവശാലും ഉണ്ടാവരുത്. ഇപ്പൊ തന്നെ ശ്രീകാന്തിനെ നീ മുറുക്കെ പിടിച്ചോണം. അല്ലെങ്കിൽ കാശുകാരി പെണ്ണ് നിന്റെ മോനെ കൊണ്ട് അങ്ങോട്ട് പോകുന്നു പറയണം. ഇത് കേട്ടപ്പം ആകെപ്പാട് ടെൻഷനായി ചന്ദ്രമതിക്ക്. ചന്ദ്രമതി പെട്ടെന്ന് പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയാം. പിന്നെ നമുക്ക് കണ്ടറിയാന്ന് പറയണം. ഓഹോ, അങ്ങനെയാണെങ്കിൽ അവൾ പോവാതിരിക്കാൻ ഒരു വഴിയുള്ളൂ. ആ സച്ചിനെ വീട്ടിൽ നിന്ന് വായിക്കണം എന്ന് പറയാം. സച്ചിനെ വീട്ടിൽ നിന്ന് വായിക്കണം. അതെ, ആ സച്ചിൻ രേവതി പോയാലേ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവുള്ളൂ. ഈ സച്ചി ഓരോ പ്രശ്നങ്ങൾ വന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് കുടുംബത്തിൽ എന്നും അലമ്പം വഴക്കം തന്നെയാ. അപ്പൊ അവനെ ആദ്യം വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണം. അപ്പൊ അതിനെന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തിയാൽ മതിയാവുള്ളൂ പറയാ. അപ്പൊ അമ്മ പറഞ്ഞു, അതിനെന്ത് മാർഗം കണ്ടെത്താനാ? എന്തേലും ഒരു മാർഗം നോക്കണം, എന്നിട്ടേ രക്ഷയുള്ളൂ, അല്ലെങ്കിൽ ഒരു രക്ഷയില്ല എന്ന് പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.